ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജന്തർ മന്ദറിൽ നടക്കുന്ന CJP പ്രതിഷേധമാണല്ലോ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം. നമ്മുടെ ഗ്രാമങ്ങൾ തോറും ഇതുമായി ബന്ധപ്പെട്ട വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പക്ഷമുണ്ട്. ഒരു പക്ഷം വിദ്യാർത്ഥികളെ അനുകൂലിക്കുന്നു, മറ്റൊരു പക്ഷം വിദ്യാർത്ഥികളെ പ്രതികൂലിക്കുന്നു. വിദ്യാർത്ഥി സമരത്തിനോട് ആർക്കും വിയോജിപ്പില്ല. പക്ഷേ ഈ സമരത്തിന്റെ മറവിൽ നടക്കുന്ന അക്രമങ്ങളോട് ആർക്കും തന്നെ യാതൊരു തരത്തിലും യോജിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ രണ്ട് വിഭാഗങ്ങളായിട്ട് ജനങ്ങൾ മാറുവാണ്ട് ഒരു സാഹചര്യം ഒരുക്കിയത്. മെയ് മാസത്തിൽ നടന്ന നീറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പറുകൾ ചോർന്നതിനെ തുടർന്ന് ഈ ഒരു എക്സാം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ക്യാൻസൽ ചെയ്തു. ഇതിനെ തുടർന്ന് ധാരാളം വിദ്യാർത്ഥികൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചു. ഇതിനെ തുടർന്നാണ് അഭിജിത്ത് ദീപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ CJP എന്ന് പറയുന്ന സംഘടന ഈ ഒരു വിഷയം ഏറ്റെടുക്കുന്നതും സോനം വാങ്ചുക് ജന്തർ മന്ദറിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നതും. നിരാഹാരം അനുഷ്ഠിച്ചു വന്ന സോനം വാങ്ചുക്കിന് ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് കോടതി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാണ്ട് ഡൽഹി പോലീസിനോട് പറയുന്നു. ഇതിനെ തുടർന്ന് ഡൽഹി പോലീസ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. അതോടുകൂടി തന്നെ ശാന്തവും സമാധാനപൂർണവുമായി നടന്നിരുന്ന ആ ഒരു സമരം അക്രമാസക്തമാവുകയായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസുകാർ ലാത്തി വീശി. അതിനിടയ്ക്ക് ധാരാളം റീലുകൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റും വന്നു. പാർലമെന്റ് മന്ദിരം പീരങ്കിക്ക് വെടിവെച്ച് പൊട്ടിക്കണം, ഇന്ത്യൻ ഭരണഘടന വടിച്ചു കീറി കളയണം, അങ്ങനെ പലതരത്തിലുള്ള പ്രൊവോക്കേഷനുള്ള വീഡിയോസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിക്കേണ്ടി തുടങ്ങി. സോഷ്യൽ മീഡിയ വഴിയാണ് ഈ പറയുന്ന CJP എന്ന് പറയുന്ന പ്രസ്ഥാനം വളരുകയും ജൻസികൾക്കിടയിൽ ഒരു തരംഗമാവുകയും ചെയ്തത്. എന്നാലും കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ട് സോനം വാങ്ചുക് എന്ന് പറയുന്ന സാമൂഹിക പ്രവർത്തകൻ നിരാഹാര സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ഈ പറയുന്ന കേന്ദ്ര മന്ത്രിമാർ ചർച്ചകൾ നടത്തി. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ CJP എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ രണ്ടെണ്ണം കേന്ദ്ര സർക്കാർ പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകി. ഒന്നാമത്തെ ആവശ്യം, സ്വയം ജീവിതം അവസാനിപ്പിച്ച ആ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ ധനസഹായം. അതുകൂടാതെ കൃത്യവും നിഷ്പക്ഷവുമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണവും ഇനി ഒരു ക്രമക്കേട് ആവർത്തിക്കാത്ത തരത്തിൽ എക്സാമിന്റെ സുരക്ഷ ഉറപ്പാക്കുക. ഈ രണ്ടാവശ്യങ്ങളും കേന്ദ്ര സർക്കാർ പാലിച്ചു. മൂന്നാമത്തെ ആവശ്യം, അതിനാണ് ഈ ഒരു സമരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെടണം. അദ്ദേഹം രാജിവെക്കാത്ത പക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CJP സമരം നടത്തുമെന്നാണ് CJP ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ BJP മറ്റൊരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ലോകസഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിന്റെ സമ്പൂർണ്ണ പരാജയമാണ് ഇന്ന് രാജ്യ തലസ്ഥാനം യുദ്ധക്കളമാകുന്നതിനകത്ത് വഴിതെളിയിച്ചിരിക്കുന്നതെന്നാണ് BJP ആരോപിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, മെയ് മാസത്തിലാണ് നീറ്റ് എക്സാം നടക്കുന്നതും ഇതിന്റെ ക്രമക്കേടുകൾ പുറത്തേക്ക് വരുന്നതും വിദ്യാർത്ഥികൾ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നതും. നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ ഒരു വിഷയത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ഒരു ജൻസി സമരം ഇത്രത്തോളം അക്രമാസക്തമാകില്ലായിരുന്നു. CJP എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ ഒരു സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാനുള്ള അവസരം കിട്ടില്ലായിരുന്നു. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ കാലാകാലങ്ങളായിട്ടുള്ള പരാജയത്തിന് കാരണം. കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനകത്ത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് സമ്പൂർണ്ണ പരാജയമാണ് അന്നും ഇന്നും. ഈ ഒരു വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വരുന്ന തിരഞ്ഞെടുപ്പുകളെ നേരിടുന്നത് എങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ? ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാനൊരു ചാനൽ ചർച്ച കാണുവാനിടയായി. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. MS വേണുഗോപാൽ ഇന്ന് ചർച്ച നടന്നു, പക്ഷേ പരാജയപ്പെട്ടു. പക്ഷേ ഇന്നലെ രാത്രി അതൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിലാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കളെ അഭിസംബോധന ചെയ്തത്. ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും രാജിക്കുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. കാരണം അത് പ്രധാനമന്ത്രി ഈ വിഷയത്തെ വളരെ ഗൗരവപൂർവ്വമാണ് കണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നീറ്റ് പരീക്ഷയിൽ മാത്രമല്ല ഈ രാജ്യത്ത് നടക്കുന്ന ഏത് പരീക്ഷയിലും എന്ത് അതിക്രമം കാണിക്കുന്നവരെയും ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് മുമ്പായി കൊണ്ടുവന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനും പുതിയ ബില്ല് വരെ കൊണ്ടുവരാൻ തയ്യാറായിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനി ആവർത്തിക്കാനില്ല നമുക്ക് പറയാൻ പറ്റില്ല. ആവർത്തിച്ചാൽ അതിന് തക്കതായ മറുപടി നൽകുന്ന ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉടനടി നടപടി ഉണ്ടാകുന്ന വിധത്തിൽ
കോടതി ഉൾപ്പെടെയുള്ളവ പെട്ടെന്ന് ഇതിൽ റിയാക്ട് ചെയ്യുന്ന വിധത്തിൽ പ്രതികരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ചർച്ച പരാജയം എന്ന് പറയാൻ പറ്റില്ല. ചർച്ചയിൽ കുട്ടികൾ ആവശ്യപ്പെട്ട 2 കാര്യങ്ങൾ, CJP ആവശ്യപ്പെട്ട 2 കാര്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തേത് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതാണ്. 1 കോടി നഷ്ടപരിഹാരം ആത്മഹത്യ ചെയ്തവർക്കും ഒക്കെ. രണ്ടാമത്തേത് അവർ പറഞ്ഞതുപോലെ കേസുകൾ പിൻവലിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. മുട്ടുമടക്കി എന്ന് പറയാൻ പറ്റില്ല. കേന്ദ്ര സർക്കാർ ഇതിൽ 2 വിധത്തിലാണ് കണ്ടിരിക്കുന്നത്. ഒന്ന്, ഇതിനകത്ത് അടിച്ചൊതുക്കുന്ന ഒരു രീതി കേന്ദ്ര സർക്കാർ സ്വീകരിക്കാതെ വന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ആ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് കഴമ്പുണ്ട്. കാരണം 25 ലക്ഷം കുട്ടികളെ ബാധിച്ച ഒരു പ്രശ്നം അവരുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഒരു 1.5 കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഫാമിലി ഉൾപ്പെടെ വരുമ്പോൾ അവരുടെ ആശങ്ക, അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണെന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ ഒരുപാട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ആ വിട്ടുവീഴ്ചകൾ ചെയ്തു കഴിഞ്ഞും പിന്നെയും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ആ ആവശ്യത്തിന് പിന്നിൽ വേറെ അജണ്ടകളുണ്ട്, രാഷ്ട്രീയ അജണ്ടകളുണ്ട്. ഉദ്ദേശം ഇതല്ല മറ്റു ചിലതാണ് എന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അല്ല, ഈ സാങ്കേതികമായിട്ട് ഇതിന് കാരണക്കാരൻ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ടല്ലോ. ഇവിടെ മന്ത്രിമാർ രാജിവെക്കുന്നത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന് ഈ 25 ലക്ഷം വിദ്യാർത്ഥികളുടെ അവർക്കുണ്ടായ ഈ ബുദ്ധിമുട്ടിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ്. അങ്ങനെയല്ല, ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഈ സമരം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് രാജിവെക്കേണ്ടത് രാഹുൽ ഗാന്ധിയായിരുന്നു. കാരണം ഈ പിള്ളേരെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് ഈ വിധത്തിൽ ബുദ്ധിമുട്ടിച്ചത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്തമാണ് ഈ സമരം ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത്. ഇത് നടന്നത് മെയ്യിലാണ്. മെയ് കഴിഞ്ഞ് ജൂലൈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ഈ ഒരു സമരം ഏറ്റെടുത്ത് നടത്തുമെന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷ അന്നും ഇന്നുമില്ല. ഇനി നാളെ ഒരു വിഷയം ഉണ്ടായാലും പുള്ളി ഇടപെടാൻ പോകുന്നില്ല. പുള്ളിക്ക് പട്ടായക്ക് ടൂറിന് പോകാനും തായ്ലാൻഡിൽ പോകാനൊക്കെ സമയമുള്ളൂ. അത് കഴിഞ്ഞിട്ട് സമയമുള്ളപ്പോൾ വന്നിരുന്ന് ലോക്സഭയിൽ ഇരുന്ന് ഉറങ്ങുക, ഇത് മാത്രമാണ് പുള്ളിയുടെ പണി. അതിനു വേണ്ടിയിട്ട് ജനങ്ങൾ ജയിപ്പിച്ച് MP ആക്കി വിടുന്നു. പുള്ളി ലോക്സഭയിൽ പോയി നല്ല സുഖമായിട്ട് ഉറങ്ങുന്നു. ബാക്കി ടൈം പട്ടായാലും തായ്ലൻഡിലും ഒക്കെ ടൂറും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തേക്ക് വന്നിരുന്നു. അതിൻ്റെ ജെനുവിനിറ്റി അറിയാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാതിരുന്നത്. അദ്ദേഹത്തിനോട് സാമ്യമുള്ള ഒരു വ്യക്തി കുടുംബവും മൊത്ത്, അതായത് ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പം ഒരു ഔട്ടിങ് നടത്തുന്നതായിട്ടുള്ള ഒരു ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അത് രാഹുൽ ഗാന്ധി ആണ് എന്നൊരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പ്രതികരിക്കാതിരുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട CJPക്ക് തൽക്കാലം ആശ്വസിക്കേണ്ട ഒരു വകയുണ്ട്. കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു രാജി സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കാലാവധി പൂർത്തിയായ ഒരു രാജ്യസഭാ അംഗം, അദ്ദേഹം നിലവിൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്നു, രാജിവെച്ചിട്ടുണ്ട്. എന്തായാലും ഇതെങ്കിലും CJPയുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയില്ലെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവ്നീത് ബിട്ടു രാജിവെച്ചു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജി. രവ്നീതിന്റെ രാജി രാഷ്ട്രപതി സ്വീകരിക്കുകയും ചെയ്തു. മിജി ജോസുണ്ട് വാർത്താ വിശദാംശങ്ങൾ നൽകാൻ. മിജി, എന്തിനായിരുന്നു രാജി? റാഷിദ്, കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായ രവനീത് സിംഗ് ബിട്ടു രാജിവെച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ രാജി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂൺ 21-ന് ജോർജ് കുര്യനൊപ്പം ബിട്ടുവിന്റെയും രാജ്യസഭാ കാലാവധി അവസാനിച്ചിരുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് ബിട്ടു ആയിരുന്നത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിട്ടു മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ നൽകുന്ന വിവരം. പഞ്ചാബിൽ നിന്നുള്ള ജാട്ട് സിഖ് നേതാവാണ്, ജനപ്രിയ നേതാവാണ് അവിടെ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സംസ്ഥാനത്ത് വേണം എന്നുള്ളതാണ് BJP ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ബിട്ടു തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. 17 വർഷം നീണ്ട ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സംസ്ഥാനത്തേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ദിവസങ്ങൾക്ക് മുൻപ് ബിട്ടു സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. സോ ഈ ഒരു രാജി മാത്രമേ തൽക്കാലം കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുള്ളൂ. ഇതിനു മുൻപ് രാജിവെച്ചത് ജോർജ് കുര്യനാണ്, മലയാളിയായിട്ടുള്ള കേന്ദ്രമന്ത്രി. അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി അവസാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം രാജിവെച്ചത്. അതേപോലെ തന്നെ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിട്ടുള്ള ഇദ്ദേഹവും രാജിവെച്ചത് കാലാവധി പൂർത്തീകരിച്ചതുകൊണ്ട് മാത്രമാണ്. ഇവരെല്ലാം രാജ്യസഭ MP-മാരായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉടനെ എങ്ങും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം CJPയുടെ 2 ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ ഓൾറെഡി അംഗീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവർ ആവശ്യപ്പെടുന്ന കണക്ക് തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി
അനുവദിച്ചു കഴിഞ്ഞാൽ അടുത്ത പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ സമരം ദീർഘിപ്പിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകും. അത് രാജ്യത്ത് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം അധികകാലം നീട്ടിക്കൊണ്ട് പോകാണ്ട് കേന്ദ്രം അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നരേന്ദ്രമോദിയോട് എനിക്ക് പറയാനുള്ളത് ഒരല്പം ഫാസിസം ആകാം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ. കാരണം അഫ്ഗാനിസ്ഥാന്റെ കൊടിയും ബംഗ്ലാദേശികൾ സ്പോൺസർ ചെയ്തുള്ള ഫുഡും ഒക്കെ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരല്പം ഫാസിസമൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് തന്നെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, അത് ഞാനിവിടെ എന്തായാലും പങ്കുവെക്കുന്നില്ല. സ്വിഗ്ഗിയും സൊമാറ്റോക്കാരും ഒക്കെ അവിടെ കൊണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇത് എവിടുന്നാണ് ഓർഡർ ആയിരിക്കുന്നതെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ സ്വിഗ്ഗി ഡെലിവറി ബോയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് ഈ ഒരു ഓർഡർ വന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. അതായത് CJP സമരത്തിന് സമര അനുകൂലികളായിട്ട് വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന്. എങ്ങനെ ഇരിക്കുന്നു ഈ ഒരു പരിപാടി? നല്ല രസമുണ്ടല്ലേ? ശരി എന്നാൽ.